നമസ്കാരം. ഇറാൻ അമേരിക്ക സംഘർഷം ഒരു ഇടവേളയിലെത്തി നിൽക്കുന്നതായി തോന്നിപ്പിച്ചിരുന്ന സമയത്ത് വീണ്ടും അതിനെ രാഷ്ട്രീയ ചൂടിലേക്ക് തള്ളിയിടുന്ന നിർണായക നീക്കമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ ഇസ്ലാമാബാദ് യാത്ര. യുദ്ധം നേരിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ നിന്ന് സംഭാഷണത്തിലൂടെ പരിഹാരം കണ്ടെത്താമോ എന്ന ചോദ്യത്തിലേക്ക് ലോകം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ യാത്രയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം അതീവ വലുതാണ്. ഇസ്ലാമാബാദ് വീണ്ടും ലോക നയതന്ത്രത്തിന്റെ കേന്ദ്രമായി അങ്ങനെ മാറുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യഘട്ട സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനു പിന്നാലെ രണ്ടാമത്തെ ഘട്ടം തുടങ്ങുമോ എന്ന ആശങ്കയും പ്രതീക്ഷയും ഒരുമിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. നേരത്തെ നടന്ന ചർച്ചകൾക്ക് വ്യക്തമായ ഫലം ലഭിക്കാതെ പോയതും അതിനു പിന്നാലെ അമേരിക്ക കടൽ ഉപരോധം ശക്തമാക്കിയതും സ്ഥിതിഗതികൾ കൂടുതൽ കടുപ്പത്തിലാക്കിയിരുന്നു. അതിനാൽ ഇപ്പോഴത്തെ ഓരോ നയതന്ത്ര നീക്കവും യുദ്ധത്തിന്റെ ദിശ തന്നെ മാറ്റാൻ ശേഷിയുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാന്റെ മണ്ണിൽ വീണ്ടും സമാധാന ചർച്ചകൾ നടന്നേക്കുമെന്നാണ് അവസാനഘട്ട റിപ്പോർട്ടുകൾ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇതിനായി പ്രത്യേക നയതന്ത്ര സംഘത്തോടൊപ്പം പാകിസ്ഥാനിൽ എത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഇസ്ലാമാബാദ്, മസ്കറ്റ്, മോസ്കോ എന്നിവിടങ്ങളിലേക്കുള്ള പ്രാദേശിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് അരാക്ചി പാകിസ്ഥാനിൽ എത്തുക. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ചെറിയ ചർച്ചാ സംഘത്തോടൊപ്പം ഇസ്ലാമാബാദിൽ എത്തുന്ന അരാക്ചി യുഎസുമായി പുതിയ ഘട്ട സമാധാന ചർച്ചകൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഒരു ഇറാനിയൻ വാർത്താ ഏജൻസിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ സുരക്ഷാ സംഘം ഇതിനകം തന്നെ ചർച്ചകൾക്കായി പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ നടന്ന ആദ്യഘട്ട ചർച്ചകൾ ഫലപ്രാപ്തിയിൽ എത്താത്ത സാഹചര്യത്തിൽ ഒരു വെടിനിർത്തൽ ലക്ഷ്യമിട്ടുള്ള രണ്ടാമത്തെ ശ്രമമാണ്. മേഖലയിലെ സമാധാനം വീണ്ടെടുക്കുന്നതിനായി റഷ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുമായും ഇറാൻ ആശയവിനിമയം നടത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം അവസാനിപ്പിക്കാൻ ഈ നയതന്ത്ര ഇടപെടലുകൾ വഴി സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം ഉഭയകക്ഷി കൂടിയാലോചനകൾ നടത്തുക, മേഖലയിലെ നിലവിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുക, ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേൽ ഭരണകൂടവും അടിച്ചേൽപ്പിച്ച യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ സാഹചര്യം വിലയിരുത്തുക എന്നിവയാണ്. ചർച്ചകൾക്കായി യുഎസിന്റെ ലോജിസ്റ്റിക്സ് ആൻഡ് സെക്യൂരിറ്റി ടീമാണ് ഇസ്ലാമാബാദിൽ എത്തിയിട്ടുള്ളത്. അബ്ബാസ് അരാക്ചിയിൽ നിന്ന് തനിക്കൊരു ഫോൺ കോൾ ലഭിച്ചതായും അവർ പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചും യുഎസ് ഇറാൻ വെടിനിർത്തലിനെ കുറിച്ചും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതായും പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ അവകാശപ്പെട്ടു. ഏപ്രിൽ 11, 12 തീയതികളിൽ നടന്ന യുഎസ് ഇറാൻ ചർച്ചകളുടെ ആദ്യഘട്ടം ഒരു വഴിത്തിരിവുണ്ടാകുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് സംഘർഷങ്ങൾ ലഘൂകരിക്കാനും മറ്റൊരു റൗണ്ട് ചർച്ചയ്ക്കുള്ള സാധ്യതകൾ പുനരുജ്ജീവിപ്പിക്കാനുമായി ആതിഥേയരായ പാകിസ്ഥാൻ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കി വരികയാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഒരു വശത്ത് സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും മറുവശത്ത് സംഭാഷണത്തിന് വാതിൽ തുറന്നു വെക്കുകയും ചെയ്യുന്ന ഇരട്ട നയം പിന്തുടരുകയാണ്. എന്നാൽ ഇറാൻ അത്ര എളുപ്പത്തിൽ വഴങ്ങില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇസ്ലാമാബാദിൽ നേരിട്ടുള്ള അമേരിക്ക ഇറാൻ ചർച്ചകൾ ഉണ്ടാകുമോ എന്നതിൽ പോലും അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇറാൻ പരോക്ഷ സംഭാഷണത്തിന് മുൻഗണന നൽകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാന ചർച്ചകൾ നടക്കുന്നത് തന്നെ ഒരു വലിയ വൈരുദ്ധ്യമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് കടലിലെ ഉപരോധവും സൈനിക സമ്മർദ്ദവും ശക്തിപ്പെടുത്തുമ്പോൾ മറുവശത്ത് ചർച്ചകളുടെ വേദി ഒരുക്കുന്നത് ശക്തിയും സമാധാനവും തമ്മിലുള്ള സംഘർഷത്തെ തുറന്നുകാട്ടുന്നു. അമേരിക്കൻ നാവികസേനയുടെ കടുത്ത നിയന്ത്രണങ്ങൾ, ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ, കപ്പലുകൾ പിടിച്ചെടുക്കൽ തുടങ്ങിയ സംഭവങ്ങൾ ചർച്ചകൾക്ക് മുൻപേ തന്നെ അവിശ്വാസ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദിലെ ഈ നീക്കങ്ങൾ യുദ്ധം എത്രത്തോളം വ്യാപകമാകുമെന്ന് നിർണ്ണയിക്കുന്ന നിർണായക ഘട്ടമാണ്. സംഘർഷത്തിൽ പുതിയ രാഷ്ട്രീയ തുലാസുകൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഇറാൻ, ഒമാൻ, റഷ്യ എന്നിവിടങ്ങളിലേക്ക് നീളുന്ന ഈ നയതന്ത്ര പര്യടനം ഒരു വലിയ കരാർ ലക്ഷ്യമിട്ടുള്ള ശ്രമമാണ് എന്ന സൂചനയും നൽകുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ലോകം നോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. ഈ ചർച്ചകൾ യുദ്ധത്തിനൊരു ബ്രേക്ക് ആകുമോ, അല്ലെങ്കിൽ കൂടുതൽ വലിയ ഏറ്റുമുട്ടലിന് മുന്നോടിയായി തീരുമോ? യുദ്ധത്തിന്റെ ചൂടും സമാധാനത്തിന്റെ പ്രതീക്ഷയും തമ്മിൽ കുരുങ്ങിക്കിടക്കുന്ന ഈ നിമിഷം ചരിത്രം തിരുത്താനുള്ള സാധ്യതയുള്ളതുമാണ്. അതേസമയം ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിമാറാനുള്ള ഭീഷണിയും ഒപ്പം തന്നെ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.